നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ ഇന്ന് SIT പരിശോധന നടത്തും. കണ്ഠരരുടെ ഇല്ലത്ത് പൂർണ്ണമായുള്ള പരിശോധന നടത്തി അവിടെ നിന്നും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാകുന്നത്. ഇല്ലത്ത് തന്ത്രിയുടെ ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും ഉണ്ടെന്ന് മനസ്സിലാകുന്നു. ദക്ഷിണ വേറെ പടിത്തരം വേറെ എന്ന SIT ചൂണ്ടിക്കാട്ടി പടിത്തരം പ്രതിഫലം തന്നെയാണെന്നും തന്ത്രി ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നയാളാണ് എന്നുമാണ് കണ്ടെത്തൽ. ശമ്പളം കൈപ്പറ്റുന്നത് കൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ തന്ത്രി ബാധ്യസ്ഥനാണ് എന്നുമാണ് SITയുടെ കണ്ടെത്തൽ. വ്യക്തമായ പരിശോധനയ്ക്കും നിയമോപദേശ ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് SIT എത്തിയത്. ദേവസ്വം മാനുവലിൽ തന്ത്രിയുടെ ഭാഗം എടുത്തു പറഞ്ഞുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ വരുന്ന ഒരാളാണ് തന്ത്രി എന്നാണ് മാനുവലിലെ പറയുന്നത്. മാത്രമല്ല ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള താന്ത്രികവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന തസ്തികയിലുള്ള ഒരാളാണ് തന്ത്രി കണ്ഠരര് രാജീവർ. തന്ത്രിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിലെ പണ്ഡിത്തരം എന്നാണ് മാനുവലിൽ പറയുന്നത്. ആദ്യം പണ്ഡിത്തരം എന്നത് ദക്ഷിണയാണോ പ്രതിഫലമാണോ എന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിയമോപദേശം തേടിയ ശേഷമാണ് പണ്ഡിത്തരം പ്രതിഫലം തന്നെയാണ് എന്നും തന്ത്രി ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നയാളാണ് എന്നും SIT കണ്ടെത്തിയത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഇല്ലത്ത് പരിശോധന നടത്തുന്നുണ്ട്. മാത്രമല്ല സാമ്പത്തികപരമായിട്ടുള്ള കൂടുതൽ ഇടപെടലുകൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പരിശോധിക്കും. എന്തായാലും ഇല്ലം വളഞ്ഞ് SIT പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇനി തന്ത്രിയെ മാത്രം കുടുക്കിക്കൊണ്ടുള്ള നീക്കം അതത്ര നല്ലതല്ല എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. മറ്റാർക്കും കിട്ടാത്ത ഒരു, അതായത് ഈ ശബരിമല കേസിൽ മറ്റാർക്കും കിട്ടാത്ത ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സമൂഹ മാധ്യമങ്ങൾ തന്ത്രിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നു. എന്നാൽ സാക്ഷാൽ അയ്യപ്പ ഭക്തന്മാർ തന്നെ പറയുന്നു, തന്ത്രിയായാലും മന്ത്രിയായാലും ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്തതാണ്. മൗനാനുവാദം നൽകിയത് കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്തത്, ഇതൊക്കെ നടന്നത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അറിവുണ്ടായിരുന്നുവെങ്കിൽ പോലീസിനോടോ കോടതിയോടോ ഒക്കെ തന്നെ അറിയിക്കാമായിരുന്നല്ലോ എന്നും പറയുന്നുണ്ട്. എന്തായാലും തന്ത്രിയെ പൂട്ടിയിരിക്കുകയാണ്. തന്ത്രിയുമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറയുന്നത്, CD അനിൽകുമാർ പറയുന്നത്, അദ്ദേഹം കരഞ്ഞു, വല്ലാതെ കരഞ്ഞു, ഇനി ഞാൻ ശബരിമലയിലൊക്കെ ഇല്ല എന്നാണ് പറയുന്നത്. അതിനും വിമർശനം ഉയരുന്നുണ്ട്. ഇനി ശബരിമലയ്ക്ക് പോകാൻ അവിടെ പ്രത്യേകിച്ച് ഒന്നും മോഷ്ടിക്കാനില്ലല്ലോ, അതുകൊണ്ടല്ലേ താൻ ശബരിമലയിൽ കയറാത്തത് എന്നല്ലേ പറയുന്നത് എന്നാണ് പലരും അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ തന്ത്രിയുടെ വീട് വളഞ്ഞിട്ടുണ്ട്. വീട് വളഞ്ഞ കൃത്യമായി തന്നെ SIT പരിശോധിക്കുന്നുണ്ട്. SITയുടെ അന്വേഷണം മികവാർന്നതാണെന്നും അതിൽ തൃപ്തിയുണ്ട് എന്നും ഹൈക്കോടതി നേരത്തെ പറഞ്ഞിരുന്നു. എന്തായാലും 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ കേസിനൊരു അന്തിമ തീരുമാനം ഉണ്ടാകണമെന്നുള്ള എന്നുള്ള ഒരു അഭിപ്രായം, ഒരു മുന്നറിയിപ്പ് ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവിന്റെ പരമാവധി വേഗതയിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ പരിശോധിച്ച് ഇനി എവിടെയാണ് സ്വർണം ഇപ്പോൾ ഉള്ളത് എന്ന് കണ്ടെത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി SITക്കുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനെയും പത്മകുമാറിനെയും ഒക്കെ തന്നെ വീണ്ടും ആവർത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും തന്ത്രി പൂർണ്ണമായും അകത്തായിരിക്കുകയാണ്.